തന്റെ പ്ലാൻ പറ. ചിരിക്കരുതേ. ഇല്ല. ഒന്ന് ഇപ്പൊ ജോലി എടുക്കുമ്പോ എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് ചോറ് പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് വരിക. നമുക്ക് സൗകര്യങ്ങളൊക്കെ ആയാല് അത് നിർത്തണം. എല്ലാവർക്കും ഭക്ഷണം നമ്മൾ തന്നെ പാചകം ചെയ്തിട്ട് സൗജന്യമായിട്ട് കൊടുക്കണം. അതൊരു ഗുഡ് ഐഡിയ. പിന്നെ രണ്ട്, എല്ലാവരുടെ ശമ്പളത്തിൽ നിന്നും ചെറിയൊരു വിഹിതം നമ്മൾ പിടിച്ചു വെക്കുന്നു. ചെറുതെന്ന് പറഞ്ഞ കുഞ്ഞ്. എന്നിട്ട് ഓരോരുത്തരുടെ വീട്ടിലും കല്യാണോ മക്കളുടെ പഠിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോ നമ്മൾ കൂടെ പൈസ ഇട്ട് ഒരു തുകയായിട്ട് അവർക്ക് കൊടുക്കണം. അത് കലക്കി. അല്ല, ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനിയുള്ളതാണ് പ്രധാനം. കുറെ ആൾക്കാര് വയ്യാതെ കിടക്കുന്നുണ്ട്. സത്യം പറഞ്ഞ മരുന്ന് വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാത്തവര്. അത്രയ്ക്കൊക്കെ നമ്മൾ ചിന്തിച്ച് എത്തുമെന്നറിയില്ല. അവരെ എല്ലാവരെയും ഒരു സ്ഥലത്താക്കിയിട്ട് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റും അവർക്ക് വേണ്ട ഫുഡും കൊടുക്കണം. അതെ, താനിപ്പം നിൽക്കുന്നത് അംബാനിയുടെയോ അദാനിയുടെയോ മുന്നിലൊന്നും അല്ലല്ലോ. അല്ലെ, ഇതിപ്പോ ഞാനല്ലേ, പാവപ്പെട്ടൊരു ഹരി. ഈ പാവപ്പെട്ടവനൊക്കെ അങ്ങ് മാറുമല്ലോ. അപ്പോഴത്തെ കാര്യം ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞതൊക്കെ ചെയ്യോ? തീർച്ചയായിട്ടും ചെയ്യും. എടോ, ഇതൊക്കെ എന്റെ മനസ്സിലുള്ളതാ. നമുക്ക് ചുറ്റും വേദനിക്കാത്ത കുറെ ആളുകൾ ഉണ്ടാവണം. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് എന്തിനും ഞങ്ങളുടെ നന്മയുണ്ടെന്ന് പറയുന്നൊരു കാലമില്ലേ? അതാ എന്റെ സ്വപ്നം. നാളെ പോയി റിട്ടേൺസ് ഒക്കെ നോക്കട്ടെ, അപ്പൊ അറിയാം നന്മ ക്ലിക്കായോ ഇല്ലയോ എന്നുള്ളത്. അത് കഴിഞ്ഞ് നമ്മളൊന്നിരിക്കുന്നു, ടോട്ടൽ പ്ലാൻ വർക്കൗട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടൊരു ഒറ്റ പോക്ക. അതെ, ഞാനേ ഈ ചില സിനിമകളൊക്കെ കാണില്ലേ, ഒരൊറ്റ പാട്ടിന്റെ ഇടയില് ഈ നായകനൊക്കെ വളർന്ന് വളർന്ന് കൊമ്പത്തൊക്കെ എത്തുന്നത്. അങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഒറ്റ പാട്ടുകൊണ്ട് നായകൻ മൂക്കുകുത്തി വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പാട്ട് വേണ്ട. ശരി, പാട്ട് വേണ്ട, നമുക്ക് ഓൺലി റിയാലിറ്റി. എന്ത് രസമാണോ താനിപ്പോ ഈ സംസാരിക്കുന്ന കേട്ടിരിക്കാൻ. ഇങ്ങനെയൊക്കെയായിരുന്നു ജീവിതത്തെ കുറിച്ചുള്ള എന്റെ പ്രതീക്ഷകള്. പക്ഷെ എവിടെ വെച്ച് മുറിഞ്ഞു പോയി. പിന്നെ വല്ലാണ്ട് ദുരിതമായിരുന്നു. അപ്പൊ ഈ പറയുന്നതൊക്കെ പുറത്തു വരൂ. ഉള്ളിൽ കരയുമ്പോ നല്ലൊരു വാക്ക് വരില്ല. ജീവിതത്തിൽ ഇപ്പൊ കരച്ചിലല്ല, പ്രതീക്ഷകൾ മാത്രമേ ഉള്ളൂ. ഐ ആം ഹാപ്പി. ആണല്ലോ, ഉറപ്പല്ലേ? ഉറപ്പ്. ശരി, നേരെ ഒന്ന് വിളിക്കട്ടെ.